ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഒന്ന് പറയാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്രൊജക്റ്റിൻ്റെ വർക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ലൈഫിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് ലെവലുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഇതാണ്. അത് എനിക്ക് പബ്ലിക്കിൻ്റെ അടുത്ത് അങ്ങനെ ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പേഴ്സണലി ഒരു ഇതാണ്. അത് അച്ചീവ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെല്ലാവരും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ബിസിയാണ്. സ്റ്റുഡൻസ് ഫ്രീ ടൈം ആകുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് കാണും. പിന്നെ വേറെ ഓതേഴ്സ് പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വർക്കിംഗ് ആണ്, അവർ എന്താണ് ഓൺലൈനിലായിരിക്കും. പിന്നെ ചിലവർ എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ്, സ്പോർട്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് പീപ്പിൾസ് അതിലൊക്കെയാണ് കൂടുതൽ ഒരു എൻജോയ് ടൈം ആൻഡ് ഫണ്ണി മൊമെൻറ്റ്സ് വിത്ത് അതിൻ്റെ ജോബ് കാര്യങ്ങളൊക്കെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയാസ് വഴിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രോസസ്സ് ഓരോ ആക്ടിവിറ്റീസ് വിത്ത് ഷെയർ ഓഫ് ഫോട്ടോസ്, വീഡിയോസ് വിത്ത് ഫങ്ഷൻസ്, അങ്ങനെ ഇനോഗ്രേഷൻ, അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ വഴിയാണ്, ഈ പ്രോസസ്സിങ് ഓഫ് സോഷ്യൽ മീഡിയാസ് വഴിയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയോളജി വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിക് സിഗ്നൽ പോയി നമ്മുടെ മൈൻഡിൽ വർക്കൗട്ട് ചെയ്ത് അത് സൗണ്ട് സിഗ്നലായിട്ട് ഇങ്ങോട്ട് പ്രൊനൗൺസ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് വെച്ച് അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് മറ്റൊരു സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ സെലിബ്രിറ്റി ആയ ആർട്ടിസ്റ്റോ അല്ലെ സ്പോർട്സ് പ്ലെയേഴ്സായ ഔട്ട് ഓഫ് കൺട്രിയിൽ വരെയുള്ള ടീമുകൾ ഇത് കാണുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈസ് എ ഇലക്ട്രിക് സിഗ്നൽ പോയി നമ്മുടെ മൈൻഡിൽ വർക്കൗട്ട് ചെയ്ത് അവിടെ നിന്ന് കറക്റ്റായിട്ട് സൗണ്ട് സിഗ്നലായിട്ട് പ്രൊനൗൺസ് ചെയ്ത് ആ സിഗ്നലിൽ നമ്മൾ കറക്റ്റായിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് അതിനെ പ്രോസസ്സിങ് ചെയ്ത് നമ്മൾ നമ്മുടെ ചാനലിലൂടെ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഇതാണ് പ്രോസസ്സിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ബിഗ് പ്ലാനിങ് ലെവലിൽ പ്രോജക്റ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് സാറിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. അത് എനിക്ക് വിജയ് സാറിനെ കൊണ്ട് തന്നെ ഒരു ആപ്പിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം ചെയ്യിപ്പിക്കണം എന്നുകൊണ്ടാണ്. അത് എനിക്ക് പേഴ്സണലി കാര്യമാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ മെയിനായിട്ടുള്ള ഓണർഷിപ്പിൻ്റെ ഫുള്ള് ഡീലർഷിപ്പും വിജയ് സാറിനെ കൊണ്ട് തന്നെ എടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. വിജയ് എന്ന് പറഞ്ഞാൽ ആക്ടർ വിജയ്. ഇന്ത്യയിലുള്ള എല്ലാം ഇൻസ്റ്റാഗ്രാമിൻ്റെ മെയിനായിട്ടുള്ള ഡീലർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർഷിപ്പ് മൊത്തം കംപ്ലീറ്റ്ലി വിജയ് സാറിനെ കൊണ്ട് എടുപ്പിക്കണം. അതാണ് എൻ്റെ ഫസ്റ്റത്തെ പ്ലാൻ. പിന്നെ വേറെ ഉണ്ട് വാട്സപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, പിന്നെ ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സെർച്ച് എൻജിൻ മാത്രമല്ല, സെർച്ചിങ് ആയിട്ടുള്ള ഗൂഗിൾ മാപ്പ്, ക്രോം, അങ്ങനെ ഗൂഗിൾ മീറ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് കൊള്ളാപായതുകൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളും വേറെ സെലിബ്രിറ്റികളും ഉണ്ട്. അപ്പോൾ അവരിനെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരിനെ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആക്കും. പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ എന്താണ് ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ പേടിഎമ്മിൻ്റെയും വേറെ അങ്ങനത്തെ ഫോൺ പേ അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആപ്പിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഇതിൻ്റെയും മൊത്തത്തിലുള്ള കൺട്രോൾ മൊത്തം അങ്ങോട്ട് പർച്ചേസ് ചെയ്യാനുള്ള പ്ലാനിങ്ങാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വാട്സപ്പ് വഴിയും, പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ചാറ്റും വേറെ നമ്മുടെ ഷെയറിങ് ഇൻഫർമേഷൻ പല രീതിയിലും നമുക്ക് ഗ്രൂപ്പുകളിലേക്കും നമ്മുടെ ഷെയർ ഓഫ് ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ നടക്കുന്നത് വാട്സപ്പ് മീഡിയം ലെവൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അത് ഔട്ട് ഓഫ് കൺട്രി വരെ കണക്ഷൻ ആവുകയാണെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡിങ് ലെവലിൽ നിൽക്കുന്നത് ഇൻസ്റ്റാഗ്രാം. അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഈ സംഭവം ആപ്പിനെ വിജയ് സാർ എന്ന് പറഞ്ഞാൽ ആക്ടറിന് കൊണ്ടുതന്നെ ഞാൻ മൊത്തം കംപ്ലീറ്റ്ലി വാങ്ങിക്കാനുള്ള പ്ലാനാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്രൂ വിജയ് സാറിനെ ഹെൽപ്പ് ചെയ്യും. അതേമാതിരി അതിൻ്റെ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വിജയ്ക്കല്ല, അതിൻ്റെ പ്രോപ്പർട്ടി ഷെയർ കൂടി
എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിജയ് സാറിൻ്റെ ക്യാരക്ടർ പോയാണ് ഇപ്പോഴത്തെ ലാസ്റ്റ് വേർഷൻ അതാണ്. അപ്പോൾ വിജയ് സാറ് എപ്പോൾ മുതൽ എന്നെ സ്കൂൾ മുതലാണ് നോട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മുതൽ നമുക്ക് സ്കൂള് കോളേജ് അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജോബ്, പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ഈ പ്രോസസ്സിങ് ലെവലിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഇതിന് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ക്രൂവും ടീമും സപ്പോർട്ടിനുണ്ട്. പിന്നെ ഡിജിറ്റൽ ടീമുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയാലും അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഇൻഫർമേഷൻ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് വിടാൻ പറ്റും. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ എൻ്റേതായ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെവൽ പ്ലാനിങ് ആണ്. പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. നിങ്ങളിപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമോ, അല്ലെ എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ശരി, എത്ര വലിയ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ വരെ ഇനിയിപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ വരെ നമ്മളുടെ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്സപ്പ് വഴി ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ വാട്സപ്പിൻ്റെ ഓണർഷിപ്പ് മൊത്തത്തിൽ ഞാൻ കംപ്ലീറ്റ്ലി വാങ്ങാൻ പോകുന്നു. അത് പ്രൈം മിനിസ്റ്ററിന് ഹാപ്പിനെസ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡീലർഷിപ്പ് ചിലപ്പോൾ പലതിൻ്റെ കയ്യിലായിരിക്കും. ഇപ്പോൾ അതിന് തിരിച്ച് ഞങ്ങളുടേതായ ഒരു ലെവലിലേക്ക് ടേക്ക് ഓവർ ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ ഐഡൻറ്റിറ്റി പെട്ടെന്ന് എടുത്ത് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുള്ള പ്ലാനിങ് ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ ഗൂഗിൾ ഇതിലാണെങ്കിൽ ശരി, ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോം, ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ സെർച്ച് എഞ്ചിൻ, ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന എല്ലാവരുടെയും പ്രോസസ്സിങ് പല ഇതുണ്ട്. സെർച്ച് എഞ്ചിനും ഗൂഗിൾ മാപ്പിൽ നോക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഡീലർഷിപ്പാണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത്. അത് വിജയ് സാറിൻ്റെ അടുത്ത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം മാത്രം, ബാക്കിയുള്ളത് ഞാൻ ഡീൽ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ പ്രോസസ്സിങ് വർക്കിൽ മൊത്തം ഇപ്പോൾ ഗൂഗിൾ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ മെസ്സേജ് ഷെയർ ചെയ്യുന്നത് യൂട്യൂബ് എന്ന സോഷ്യൽ മീഡിയ കൂടിയാണ്. അപ്പോൾ ആ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ചെറിയ ഒരു ഇതാണ്. എൻ്റെ ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സർക്കിൾസാണ്. അത് വിട്ട് ഈ വീഡിയോസ് പോകും. പക്ഷെ എന്നാലും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ഞാൻ ഇങ്ങോട്ട് എടുക്കാം. പിന്നെ ബാക്കി ആര് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നമുക്ക് പറഞ്ഞ മാതിരി ഇപ്പോൾ ലൈക്കും കാര്യങ്ങളും കൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്കിതാണ് പ്ലാനിങ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കോ കമൻറ്റോ എന്തോ ചെയ്യും, പക്ഷെ വേറെ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ ഐഫോൺ ആയിരിക്കാം, അല്ലെ റെഡ്മി ആയിരിക്കാം, അല്ലെങ്കിൽ ലെനോവ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതോ ആയിക്കോട്ടെ എക്സെട്ര. പക്ഷേ യൂസ് ചെയ്യുന്ന ആപ്പിൻ്റെ ഓണർഷിപ്പ് സജ്ജിയാണ്. അത്രയാണ്. അത് പറഞ്ഞെങ്കിൽ കേരളത്തിലെ ഒരു ബോയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഞാൻ ഒരുപാട് ബിഗ് സെലിബ്രിറ്റികളുടെ റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയോളജി വർക്കൗട്ട് ചെയ്ത് എൻ്റേതായ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് ഞാൻ അത് ക്രിയേറ്റ് ചെയ്ത് എൻ്റേതായ ഒരു ഓണർഷിപ്പിൻ്റെ ലെവലിലേക്ക് എടുക്കണം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഡിജിറ്റൽ ആപ്പുകൾ മൊത്തം പർച്ചേസ് ചെയ്യാനുള്ള ലെവലാണ് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്. അത് മൊത്തത്തിൽ എസ്റ്റാബ്ലിഷ് ഈ യൂട്യൂബിൽ കൂടെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ, നമുക്ക് ഐഡിയോളജി വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് സിഗ്നൽ നമ്മുടെ ബ്രെയിനിൽ പോയി റൗണ്ട് അടിച്ച് പിന്നെ അത് പ്രോസസ്സിങ് ആയി വോയിസ് സിഗ്നലായി വരുന്നു. അത് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയ ആപ്പിൽ പറഞ്ഞ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഗൂഗിൾ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഈ 4 ആപ്പാണ് ആദ്യം ഞാൻ 4 ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സെർച്ച് എഞ്ചിനും മൊത്തത്തിൽ കൊളാബായിട്ടുള്ള ഇതും, അതാണ് ഈ ഗൂഗിളിൻ്റെ കാര്യം. പിന്നെ ബാക്കിയുള്ളത് മെല്ലെ പ്രോസസ്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഡീലിങ് ഓക്കെ ആക്കാം. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ സൂര്യ സാറുണ്ട്, അല്ലു അർജുൻ ഉണ്ട്, പിന്നെ രാം ചരൺ, പിന്നെ അങ്ങനെ മഹേഷ് ബാബു, പിന്നെ അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റി ഉണ്ട്. മലയാളത്തിൽ നിന്നാണെങ്കിൽ ദുൽഖർ സൽമാനും, പിന്നെ അതേമാതിരി നമ്മുടെ നിവിൻ ചേട്ടനും കൂടി ഉണ്ട്, നിവിൻ പോളിയും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരിനെ മാത്രം അങ്ങനെ വിട്ടിട്ട് ഇതാകുന്നില്ല. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിൻ്റെ കൂടി സ്പോൺസർഷിപ്പ് വാങ്ങിച്ചെടുക്കണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, കുറച്ചും കൂടി ആപ്പിനെ നമുക്ക് എന്താ പറയുക, അത്